കുഞ്ഞനന്തനെ ജയിൽ മോചിതനാക്കാൻ പല ശ്രമങ്ങൾ പിണറായി സർക്കാർ നടത്തി. തടവുകാരുടെ ശിക്ഷ ഇളവ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഗവർണർ തടഞ്ഞതോടെ അത് പൊളിഞ്ഞു. ഇതോടെ പുതിയ തന്ത്രവുമായി എത്തുകയാണ് CPM-ഉം കുഞ്ഞനന്തനും. ഹൈക്കോടതിയിൽ നിന്ന് നിയമപരമായി ജാമ്യം സംഘടിപ്പിക്കാനാണ് നീക്കം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞ് ജാമ്യത്തിൽ വിടണമെന്നാവശ്യപ്പെട്ടാണ് 13-ാം പ്രതി PK കുഞ്ഞനന്തൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇതിൽ പ്രതിക്ക് അനുകൂലമായി സർക്കാർ നിലപാട് എടുത്തേക്കും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണിച്ചുള്ള കുഞ്ഞനന്തന്റെ ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. വിചാരണ കോടതിയുടെ ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ ഉണ്ടെന്നും തെളിവുകൾ ദുർബലമായതിൽ അപ്പീൽ അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഗുരുതര രോഗത്തിന് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തലശ്ശേരി സഹകരണ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, കണ്ണൂർ ജില്ലാ ആശുപത്രി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ തേടുകയാണ്. ശസ്ത്രക്രിയയ്ക്കും വിധേയനായി. ഇക്കഴിഞ്ഞ ജനുവരി 14 മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒറ്റയ്ക്കൊരു മുറിയിലാക്കി നിരീക്ഷണത്തിലും ചികിത്സയിലുമാണ്. സന്ധിവേദന, വാദം തുടങ്ങിയവയ്ക്ക് ആന്റിബയോട്ടിക്കും നീര് കുറയാനുള്ള മരുന്നുകളും നൽകുന്നുണ്ട്. കുഞ്ഞനന്തൻ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരിക്കവേ ജയിലിലെ 3 പശുക്കൾ അജ്ഞാത രോഗം മൂലം ചത്തിരുന്നു. അവയുടെ പാല് ഉപയോഗിച്ചത് കാരണം ഹർജിക്കാരന് എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യനില ദിവസേന മോശമാവുകയാണ്. രോഗം കടുത്ത ഭീഷണിയിലാണെന്നും അതിനാൽ ജീവൻ രക്ഷിക്കാൻ ജയിലിൽ നിന്ന് വിടണമെന്നുമാണ് ആവശ്യം. അതിനായി ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കണം. കടുത്ത നടുവേദനയെ തുടർന്ന് ജനുവരി 11-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്കാനിംഗിൽ എല്ലിന് തേയ്മാനം കണ്ടെത്തിയിരുന്നു. സ്പോണ്ടിലോസിസും വിളർച്ചയും കണ്ടു. 14-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. കുഞ്ഞനന്തന് പരിധി വിട്ട് പരോൾ നൽകുന്നതിനെതിരെ TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ കോടതി കുഞ്ഞനന്തനും സർക്കാരിനും നോട്ടീസിന് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇതിനിടെയാണ് പുതിയ നീക്കവുമായി കുഞ്ഞനന്തൻ എത്തുന്നത്. പരോൾ നൽകുന്നത് തടസ്സപ്പെടാതിരിക്കാനുള്ള നീക്കമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന താൻ ഇതിനകം 6 വർഷവും 7 മാസവും തടവ് അനുഭവിച്ചു. തുടർന്നും തടങ്കലിൽ വയ്ക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യനില വഷളാക്കും. കോടതി നിർദ്ദേശിക്കുന്ന ഏത് വ്യവസ്ഥയും പാലിക്കാൻ തയ്യാറാണെന്നും ഹർജിക്കാരൻ പറയുന്നുണ്ട്. ഈ ഹർജിയിൽ സർക്കാരിന്റെ നിലപാടാകും നിർണായകമാകുക. 6 വർഷവും 7 മാസവും തടവ് അനുഭവിച്ചു എന്നത് ശരിയല്ലെന്ന വാദവും സജീവമാണ്. അതിനിടയിൽ ബഹുഭൂരിപക്ഷം ദിവസവും പരോളിൽ പുറത്തായിരുന്നു കുഞ്ഞനന്തൻ. പിണറായി സർക്കാർ എത്തിയ ശേഷം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി PK കുഞ്ഞനന്തന് ജയിൽ ഇടത്താവളം മാത്രമാണെന്ന് പരാതി ഉയർന്നതിനിടെയാണ് തുടർച്ചയായി പരോൾ അനുവദിക്കുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. കുഞ്ഞനന്തന് അസുഖമുണ്ടെങ്കിൽ പരോൾ നൽകുകയല്ല സർക്കാർ ചെയ്യേണ്ടതെന്നും ചികിത്സ നൽകുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു. തടവുകാരന് ശിക്ഷ നൽകേണ്ടത് സർക്കാരാണെന്നും കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കുഞ്ഞനന്തന് ജയിൽ ഇടത്താവളം മാത്രമാണെന്ന ആക്ഷേപം TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു. ചികിത്സയുടെ പേരിൽ പരോൾ വാങ്ങി കുഞ്ഞനന്തൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയാണെന്നും രമ ആരോപിച്ചിരുന്നു. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ പോകാൻ മാത്രമുള്ള സ്ഥലമാണ് കുഞ്ഞനന്തന് ജയിലെന്നും ആക്ഷേപമുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്തൻ ജയിലിലാകുന്നത് 2014 ജനുവരി മാസത്തിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോയ കുഞ്ഞനന്തൻ പക്ഷേ 4 വർഷം പിന്നിടുമ്പോൾ 389 ദിവസം പുറത്തായിരുന്നുവെന്നാണ് പരോൾ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇടയ്ക്ക് പ്രായാധിക്യത്തിന്റെ പേരിൽ ശിക്ഷ ഇളവ് നൽകി സർക്കാർ വിട്ടയക്കാൻ ഒരുങ്ങിയതും വിവാദമായിരുന്നു. 70 വയസ്സ് കഴിഞ്ഞ തടവുകാർക്കുള്ള ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തിയാണ് ശിക്ഷ ഇളവിന് നടപടി ഉണ്ടായിരുന്നത്. ശിക്ഷ ഇളവ് നൽകുന്നത് സംബന്ധിച്ച് ജയിൽ ഉപദേശക സമിതി പോലീസ് റിപ്പോർട്ട് തേടിയിരുന്നു. എന്നാൽ ഇത് ഗവർണറുടെ നിലപാട് മൂലം നടന്നിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.